ഓട്ടക്കാരാണ്. അൽബഷായർ ഏരിയ എന്തായിരിക്കണേ? ഒട്ടകുന്ന അൽ ഒട്ടഹ മൂന്ന് കാറ്റഗറി കയറുണ്ട്. കർഷ റൗണ്ട് ബോട്ട് പിന്നിട്ട് കൊണ്ട് ഡ്രൈവർ സ്പൾപ്പർ വാഹനം ഇങ്ങോട്ട് കുതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഗെയിമിന്റെ പേര്? ഇവിടെ ഒരു വാദി ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു വാദി വാദിന്റെ സ്പോട്ടാണത്. അവിടെ കുറെ കാണുന്നില്ലേ? അതാ പുലിക്കട. എടാ ഇവിടെ സ്ക്രച്ചായി കിടക്കുന്ന അടിപൊളി ഒരു മല. ആ മല പൊട്ടിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇത് അല്ലല്ല മാർബിൾ. ഇന്ന് എവിടത്തെ അറിയോ ഡെസ്റ്റിനേഷൻ? ഇവിടെ ഒമാനിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒട്ടകം ഓടൽ മത്സരത്തിന്റെ ഒരു സ്പോട്ട് ഉണ്ട്. നെസ്വ ആദം അൽബഷായ എന്ന സ്പോട്ട് ഉണ്ട്. സ്കൂളിൽ പഠിക്കണ പിള്ളേർക്കൊക്കെ ഒരുപാട് പഠിക്കാണ്ടില്ല അവിടെ അല്ലേ? തോണി വാതിലുണ്ട് ഇപ്പൊ. ബോട്ട് വലിയ എൻട്രൻസ് ഈ ഭാഗം എക്സിറ്റ് ആണ്. ഇതിന്റെ എക്സിറ്റ് എൻട്രൻസ് വരുന്നത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ സ്ഥലം കാണിച്ചു. എൻട്രൻസ് ടു ഒമാൻ ഏജ് അക്രോസ് മ്യൂസിയം. മനയിലെ സുൽത്താന്റെ കൊട്ടാരാണ്. അക്ഷയ് ഇത് കണ്ട ഇത് ഇത്രയും വലിയ കൊട്ടാരം. പക്ഷെ ആദ്യത്തെ സുൽത്താനല്ലേ, സുൽത്താൻ കാബൂസ്, ആള് വരുന്ന സമയത്ത് ആള് ഇതിന്റെ ഉള്ളിലല്ല ഇരിക്കുക. ആള് ജസ്റ്റ് ഒന്ന് കേറിയിട്ട് നേരെ ഇതിന്റെ പുറത്ത് ഒരു ഭാഗത്ത് വലിയ ടെന്റ് അടിച്ചിട്ട് അവിടെയാണ് ഇരിക്കുക. അതിന്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രജകളെ കാണാൻ. ഇതിന്റെ അടുത്ത് ഗേറ്റ് ഉണ്ടായോ? തോക്കും പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഓരോരുത്തർ. തീരണ്ടേ 1 കിലോമീറ്റർ ദൂരം ഉണ്ടാവൂലേ? ഒന്നൊന്നോ ഓപ്പോസിറ്റ് അത് ഇതിൽ ഇതിന്റെ ജോലിക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലം. ഓപ്പോസിറ്റ് മതിലുകൾ മാത്രം കാണാം. പ്രൈവറ്റ് റോഡ് ഈ ഭാഗത്ത്. ഈ ഭാഗം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ ഭാഗത്ത് ഇവിടെ പുറത്ത് കുറച്ച് ഭാഗമല്ലേ, ആ ഭാഗത്ത് ടെന്റ് അടിച്ചിട്ട് ഇതാക്കുക. വളരെ ചിന്താമഗ്നായിട്ട് നമ്മളെ നാട്ടിലൊക്കെയാണ് എങ്ങനെ കാരണം ഉണ്ടാക്കുക ഉണ്ടാവും. ഒരു വണ്ടി കുത്തി കണ്ട് ഇങ്ങനെ സംഭവം. ഒരു ആ ഡെലിവറി ഉണ്ടാവും. 200 കിലോമീറ്റർ മാപ്പിട്ട് നോക്കുമ്പോൾ കാണാൻ. പിന്നെ വണ്ടി വെച്ച് പോയി ഡെസ്റ്റിനേഷനിൽ അവിടെ എത്തി. ഒരു എടുത്ത് പറയേണ്ട ഒരു കസ്റ്റമറാണ്. നന്ദി സുജവുമല്ല, സാധനം മേടിച്ചിട്ട് പറഞ്ഞ് പോയൊരു വ്യക്തി. തിരിച്ചെങ്ങനെ പോവാന്ന് ചോദിക്കാൻ വരെ നമ്മൾ അറിയിട്ടില്ലേ. എന്തായാലും വീണ്ടും മാപ്പിട്ട് എങ്ങനെ വീണ്ടും കൂടെ പോയി കഴിഞ്ഞാലും എക്സിറ്റ് ആ വഴി കാണില്ല. ഒക്കെ ഇതേപോലെ കമ്പിപ്പാരകളും. അവസാനം എന്തേ കാര്യം കുറേ അങ്ങോട്ട് പോയി അതേ റോഡ് കൂടെ തന്നെ തിരിച്ചു വന്നു. റോങ് ആയിട്ട് ലാസ്റ്റ് നടുവിൽ ഒരു ഡിവൈഡർ ഉണ്ടായിരുന്നു. അവിടെ കയറ്റിയിട്ടാണ് ഇങ്ങനെ നിന്ന്. ജനമായ സ്ഥലം. അവസാനം പോലീസ് വണ്ടി വന്നു. ആ പോലീസ് വണ്ടി എന്തോ കൈകൊണ്ട് ആക്ഷൻ ഇട്ടാണ് ഒറ്റ പോയി. ഞാൻ വിചാരിച്ചു പോലീസ് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ബാക്കിലൊരു പോലീസ് വണ്ടി എന്താണ് ഇവിടെ ഫോളോ ചെയ്യാം. ആൾ കൊണ്ടായിട്ട് നേരെ കൊണ്ടുപോയി കാണിച്ചു. ഇല്ല, കറക്റ്റായിട്ട് വഴി കാണിച്ചു. അന്ന് അങ്ങ് പോയിട്ട് മാപ്പിൽ ഇല്ലാത്തൊരു കട്ടിങ് ഉണ്ടായിരുന്നു. ആ കട്ടിങ് കൂടെ അങ്ങനെയാണ്. പോലീസുകാരെ കത്തി വെച്ച കഥ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ ഓർക്കാൻ പറ്റും. 2022 അർദ്ധരാത്രി സൂര്യനൂടെ കത്തിച്ചൊരുക്കുന്ന വീഡിയോയിലെ സൂര്യൻ അസ്തമിക്കുന്ന നേരം ഉദിക്കുന്ന നേരമായി കാര്യം നമ്മളെ യാത്ര. ഉണ്ടെങ്കിൽ ഉദിക്കണ നേരം അല്ലെ അസ്തമിക്കണ നേരം. താണ്ടി ചുളമടിച്ചു ആനക്കേറമലത്തൻ മൗനമുടച്ചു നേരെ നേരെ ആകാശമൊക്കെ കാലിക്കുപ്പിയോട്ട് വലിച്ചത്. ബോസിന്റെ വണ്ടിയുടെ ഓണറിന്റെ സാധനം കാരണം ആഗ്രോ ഫുഡ് ഫാക്ടറി.
വൈക്കോലോ ആ ഇതന്നെ അതല്ല പോട്ടെ 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 ആ മെല്ലെ ചൊട്ടി വയ്ക്കാം. ഇവിടെ വഴി ഉണ്ടോ നോക്കിയാ? ഇവിടെ റോഡുണ്ട്. ആദ്യം പോട്ടെ. എങ്ങട്ടാണോ അത്? സൂര്യനെ ബാക്കിലാക്കി കളഞ്ഞോ. നാടു വാഴുക നഗരം വാഴുക വീടു വാഴുക വിജലം വാഴുക കാടു വാഴുക കണ്ടം വാഴുക കായംകുളത്തെ കൊച്ചുണ്ണി വാഴുക. ഖജൂർ ഫീ ഹംസറിയാൽ ഖജൂർ ഫീ എന്ന് ചോദിച്ചു. ആ നേരെ പോട്ടെ. ഓഫ് റോഡാണ് ഗൈസ്. തിരിച്ചു പോകാൻ അത് മൂവില്ല. ഹൈവേന്ന് കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും ഇത്രയും ഫ്രീ ആയി കിടക്കുന്ന വീണ്ടും സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. ആ ഒട്ടക റൈസ്, ക്യാമൽ റൈസ്, ഹോഴ്സ് റൈസ് ഇതൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്ന സ്ഥലം. ഒട്ടക റൈസ് എന്നാ സ്വരൂപ കുറച്ച് മെല്ലെ പോ. നമുക്ക് ഇവിടെ ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. ഹൈവേന്റെ ഉള്ളിൽ വലിയൊരു സംഭവം. കണ്ണൊക്കെ അടിച്ചു പോയി അക്ഷയ്. പച്ച കളർ നേരെ കാണുന്നില്ല. റോഡിന് നടുവിൽ വലിയൊരു ഒട്ടകം. അക്ഷയ് ഇത് ഒട്ടകത്തിന്റെ സ്പോട്ടിൽ എത്താനായി. റോഡിന് നടുവിൽ വലിയൊരു റൈറ്റ് എടുക്കണം. അതെന്തായിരിക്കണേ? ഒട്ടകുന്ന അതിൽ ഒട്ടക നമ്മളെ അതിന്റെ ഫോട്ടോ എടുത്താലോ? പുറത്തേക്ക് നല്ല രസമുണ്ട്. കെട്ടിട്ടുണ്ടല്ലേ? അത് തെർമാക്കോൾ അങ്ങനെയാണോ? പറക്കാണ്ടിരിക്കാനാണോ? മത്സരം നടത്തേണ്ട സ്പോട്ടിൽ ഇവിടെ ഒന്ന് സൈഡാക്കി വെക്കാം. ഇവിടെ ഒന്ന് കയറ്റി വെക്കാം. മെയിൻ ആൾക്കാരല്ലേ? ആ സൂര്യനെ നോക്കിയേ. പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട്. ഇവിടെ കുറെ കടകൾ കാണുന്നുണ്ട്. വെള്ളം വാങ്ങാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നിർത്തി വെക്കുക. വീഡിയോ എടുക്കുമ്പോൾ ഓല് പറയും ഡോണ്ട് ടേക്ക് അറിയും. അപ്പം നമുക്ക് ഓടി രക്ഷപ്പെടാം. ഓട്ടക്കാരാണ്. നല്ല ട്രാൻസ്ലേറ്റർ ഇവിടെ അല്ലായിരുന്നു. 6 കിലോമീറ്റർ 8 കിലോമീറ്റർ 12 കിലോമീറ്റർ ഇങ്ങനെ 2-3 ട്രാക്ക് കയറുന്നു പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ തന്നെ തുറന്നു വിടും. പിന്നെ പറപ്പിച്ച് വിട്ടോണം. സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് ഇപ്പം നമ്മളുള്ളത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ണെത്താ ദൂരത്ത് സ്പോട്ടിൽ നിന്നും 6 കിലോമീറ്റർ 8 കിലോമീറ്റർ അങ്ങനെ 3 കാറ്റഗറി കയറുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റ് വാച്ച്മാനെ അപ്പം ഓടിപ്പിക്കുന്നോ അപ്പം ഓടുന്നുള്ള രീതിയിലാണ് ഞങ്ങൾ. അങ്ങനെ ഉണ്ടാവില്ല.
കറങ്ങാം. സ്ട്രൈറ്റ് ഇപ്പോൾ അൽബഷായറിൽ ഇനി 2023 സെപ്റ്റംബറിലാണ് ക്യാമൽ റേസ് അവസാനിച്ചത്. ഇവിടെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് കുടുംബശമായിട്ട് പരിശോധിച്ചു. ഈ വരുന്ന സെപ്റ്റംബറിൽ സീസൺ കൂടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മിക്കവാറും അക്ഷയൻ്റെ നേതൃത്വത്തിൽ ഒരു ക്യാമലിനെ ഇറക്കി ഞങ്ങൾ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനുള്ള എല്ലാവിധ ആലോചനകളും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ നമ്മളൊരു സ്പോർട്സ് കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ആ രാജ്യത്ത് അല്ല ആ സ്ഥലത്ത് ഉണ്ടായാലാണ് അത് പൂർണ്ണമായിട്ട് വിജയിക്കുന്നതിൽ ഏറ്റവും വലിയൊരു കാരണമാണ്. നമ്മുടെ നാട്ടിലായാലും അങ്ങനെ തന്നെയാണ്. റേസിങ്ങിന് പങ്കെടുക്കുന്ന ഒട്ടകം അയാളാണ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേ ക്യാപ്റ്റൻ അക്ഷയ് പെൻഷൻ പറ്റിയതാണോ? ആകെ ശോഷിച്ചോട്ട് അല്ലേ? ഇടയ്ക്ക് എല്ലും തോലൊക്കെ കാണുന്നുണ്ട്. ഒമാൻ മാത്രമല്ല, സൗദി, ഖത്തർ, കുവൈത്ത് ഇവിടുന്നൊക്കെ ഒട്ടകത്തിന് ഇറങ്ങും. ഭയങ്കരമായ ഹെവി എമൗണ്ടാണ് വിജയിക്കുന്നവർക്കുള്ള ഇത് പാരിതോഷികം. വലിയ അമ്പായിരുന്നു കേട്ടോ. ഞാൻ നോക്കണ്ട് പെട്രോളൊന്നും ഒലിക്കുന്നില്ല അറിയാം. എന്ത് ക്ലീൻ ഏരിയ ആണല്ലേ. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഈ സൈക്കിളിൽ പോണ ആളെ കവറിലൊക്കെ ചിലപ്പോൾ കുറേ വേസ്റ്റ് ഉണ്ടാവും. നല്ല ആൾ അവിടെ ഒന്നും ഇടൂല. ആരോ ജ്യൂസൊക്കെ കുടിച്ചിട്ടിട്ടുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞ ആൾക്കാരുണ്ടാവില്ല. അത് അൽബഷായർ ഇലക്ട്രിക്കൽ സെന്റർ കൊമേഴ്ഷ്യൽ മാളട കേറ്റി മാള കേറ്റി എന്താ സംഭവം നോക്കാം. സൂപ്പർ മാർക്കറ്റ് കണ്ടോ? വെള്ളം വേണം വന്നില്ലെങ്കിൽ എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. കൊമേഴ്ഷ്യൽ സെന്റർ എന്നൊക്കെ എഴുതിച്ചു. അല്ലേ? പാലത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ബൈക്ക് അക്ഷയ് 350 റിയാലാണ് മസ്കറ്റിൽ ഇതിൻ്റെ വില. 250 റിയാലിന് ഇവിടെ കിട്ടുമെന്ന് പറയുന്നത് കേട്ടോ. പോകുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഒരു സംഭവം. ഇതിൻ്റെ ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു ചെയ്തത്. പക്ഷെ ഫെയിലാണ്. ആകെ ഇവിടെ ഉണ്ടാവുന്ന സൂപ്പർ മാർക്കറ്റ് തുറക്കാൻ പോകുന്നു. എൻട്രൻസ് സെയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാർക്കറ്റ് പ്രോഗ്രസിങ്ങിലാണ്. ജുമാത്ത് പള്ളിയൊക്കെ എല്ലാം. അപ്പം തിരിക്കുന്നു. ഗുഡ് നൈറ്റ്.